വൈകുന്നേരം 3 പേരും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്കത്തിക്കലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പതിയെ ചന്തുമോൻ്റെ അസൈൻമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. ക്ലോക്കായിരുന്നു ഇപ്രാവശ്യത്തെ അസൈൻമെൻറ്റ്. അപ്പോൾ മൺഡേ തന്നെ എത്തിക്കണമെന്നായിരുന്നു ടീച്ചറിൻ്റെ നിർദ്ദേശവും. ഇപ്രാവശ്യം അസൈൻമെൻറ്റിൻ്റെ ഫുള്ള് ജോലി അപ്പായിക്കായിരുന്നു. ചാർട്ട് പേപ്പറും ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ ഇരുന്നത് കൊണ്ട് അപ്പ തന്നെ എല്ലാം ചെയ്തു. ആ സമയം കൂടെ ഞാൻ അടുക്കളയിൽ വൈകിട്ടത്തെ കഴിക്കാനുള്ളതെല്ലാം റെഡിയാക്കി. പിന്നെ ഇടയ്ക്ക് സ്പെഷ്യൽ ഒരു കട്ടനും കൊണ്ട് കൊടുത്തു. ഇടയ്ക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കട്ടനും ഒക്കെ കൊണ്ട് കൊടുത്തു. അപ്പോൾ പിന്നെ ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നിനും എഴുന്നേറ്റ് പോകത്തില്ല. അതുകൊണ്ട് എല്ലാത്തിനും എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. റൗണ്ടിലുള്ള ക്ലോക്കാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് റൗണ്ട് വെട്ടാനുള്ള സാധനങ്ങളും വട്ടത്തിൽ വെട്ടയെടുക്കാനുള്ള സാധനങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഞാനും കൂടെ നടന്നു. പിന്നെ ചന്തുമോൻ എക്സാം അല്ലേ, അപ്പോൾ അവളെ റിവിഷൻ ചെയ്യിക്കുകയൊക്കെ കൂടെ ചെയ്ത് അവൾ പഠിക്കുകയും ഞങ്ങൾ ഇതിൻ്റെ പുറകിലുമായിരുന്നു. അടുക്കളയിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ അപ്പായെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നു. പിന്നെ അതിൽ വണ്ടി ഉത്രി എല്ലാം എഴുതി കൊടുത്തു. ചന്തുമോൻ ആ സമയത്ത് അവിടെ ഇരുന്ന് കട്ടനടിച്ചു. പിന്നെ കുറേയൊക്കെ അവിടെ ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്തു. ഞാനും അപ്പായും തകൃതിയായിട്ട് ക്ലോക്ക് ഉണ്ടാക്കുന്നതിൻ്റെ പരിപാടിയിലായിരുന്നു. ഇവിടെ കുഞ്ഞിന് 20-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് പുള്ളിക്കാരി അപ്പായ ഉണ്ടെങ്കിലേ പഠിക്കത്തുള്ളൂ. പിന്നെ ഞാൻ കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 12 വരെയുള്ള അക്കങ്ങളെല്ലാം ഏട്ടന് റൗണ്ടിൽ ഒട്ടിച്ച് തുടങ്ങി. അങ്ങനെ നമ്മുടെ ക്ലോക്കിൻ്റെ ഫൈനൽ ലുക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പം അതെല്ലാം നമ്പേഴ്സ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ സൂചിയെല്ലാം ഒട്ടിക്കാൻ തുടങ്ങി. പിന്നെ ക്ലോക്കിൻ്റെ നടുവശത്ത് ആ സൂചി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടുകൂടെ ഒരു റീഫില്ലിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് ബാക്കിൽ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചു. പിന്നെ അതിൻ്റെ മുകളിലൊരു ചെറിയ തുണ്ട് പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ട് ഇത് കറക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ആക്കി. പിന്നെ അതിൻ്റെ മുകളിലൊരു വൈറ്റ് പേപ്പർ ഷീറ്റൂടെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചു. അല്ലെങ്കിൽ ബാക്കിലൊരു വൃത്തികേടാവത്തില്ലേ. അടുത്തത് സൂചി ആ റീഫില്ലറിൻ്റെ അകത്തോട്ട് കയറ്റലായിരുന്നു. അത് പിന്നെ അതിലേട്ടനിട്ട് അത് ചെറിയ കിഴുത്തിയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് കയറ്റി സെറ്റപ്പാക്കി വെച്ചു. അങ്ങനെ നമ്മുടെ ചന്തുമോനുള്ള ക്ലോക്ക് റെഡി ആയിരിക്കുകയാണ്. പിന്നെ അപ്പം അതെല്ലാം വർക്ക് ചെയ്ത് നോക്കുമായിരുന്നു. അത് പെൻസിൽ വെച്ചും കൈ വെച്ചിട്ടുമൊക്കെ അതെങ്ങനെ നീക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കുമായിരുന്നു. ചന്തുമോൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലോക്ക് പിന്നെ രാവിലത്തേക്ക് റെഡി ആവത്തില്ല. പിന്നെ അയാളെ കൂടെ നിർത്തി ഒരു വീഡിയോ ഒക്കെ എടുത്ത് അത് മാറ്റി. അല്ലെങ്കിൽ രാവിലത്തേക്ക് പോകുമ്പോഴത്തേക്ക് ആ ക്ലോക്ക് കാണത്തില്ല. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാമൊക്കെ. ബൈ ബൈ.